അധ്യായം 4. പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമീൻ്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിൻ്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങൾ അവന് ഞങ്ങളിവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരേശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം എന്ന് പറഞ്ഞു. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരേശിൻ്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അഹശ്വേരോശിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതി അയച്ചു. അർദകശഷ്ടാവിൻ്റെ കാലത്ത് ബിശ്ലാമും മിത്രേദാത്തും തബേയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാർസി രാജാവായ അർദകശഷ്ടാവിനൊരു പത്രിക എഴുതി അയച്ചു. പത്രിക അരാമ്യ അക്ഷരത്തിൽ അരാമ്യ ഭാഷയിൽ തന്നെ എഴുതിയിരുന്നു. ധർമാധ്യക്ഷനായ രഹൂമും രായസക്കാരനായ ശിംശായിയും യെരുശലേമിന് വിരോധമായി അർദകശഷ്ടാ രാജാവിന് ഒരു പത്രിക എഴുതി അയച്ചു. ധർമാധ്യക്ഷൻ രഹൂമും രായസക്കാരൻ ശിംശായിയും ശേഷം അവരുടെ കൂട്ടക്കാരായ ദീന്യർ, അഫർസത്യർ, തർപ്പേല്യർ, അഫർസ്യർ, അർക്കവ്യർ, ബാബേല്യർ, ശൂശന്യർ, ദേഹാവ്യർ, ഏലാമ്യർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ അസ്നപ്പാർ പിടിച്ചുകൊണ്ടുവന്ന് ശമര്യ പട്ടണങ്ങളിലും നദിക്ക് ഇക്കരെ മറ്റ് ദിക്കുകളിലും പാർപ്പിച്ചിരിക്കുന്ന ശേഷം ജാതികളും ഇത്യാദി. അവർ അർദകശഷ്ടാ രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്ക് ഇക്കരെയുള്ള നിന്റെ ദാസന്മാരായ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിക്കുവാൻ തിരുമുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ യെരുശലേമിൽ വന്നിരിക്കുന്ന യഹൂദന്മാർ മത്സരവും ദുഷ്ടതയുമുള്ള ആ പട്ടണം പണിയുകയും അതിൻ്റെ മതിലുകൾ കെട്ടുകയും അടിസ്ഥാനങ്ങൾ നന്നാക്കുകയും ചെയ്യുന്നു. പട്ടണം പണിത് മതിലുകൾ കെട്ടിത്തീർന്നാൽ അവർ കരമോ നികുതിയോ ചുങ്കമോ ഒന്നും അടയ്ക്കുകയില്ല. അങ്ങനെ ഒടുവിൽ അവർ രാജാക്കന്മാർക്ക് നഷ്ടം വരുത്തുമെന്ന് രാജാവ് ബോധിച്ചിരിക്കണം. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകയാലും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചു കൊള്ളുന്നു. അവിടുത്തെ പിതാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ നോക്കിയാൽ ഈ പട്ടണം മത്സരവും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉപദ്രവവും ഉള്ള പട്ടണം എന്നും അതിലവർ പുരാതനമേ കലഹം ഉണ്ടാക്കിയതിനാൽ ഈ പട്ടണം നശിച്ചു കിടക്കുന്നു എന്നും വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അറിയുമാറാകും. ഈ പട്ടണം പണിയുകയും അതിൻ്റെ മതിലുകൾ കെട്ടിത്തീരുകയും ചെയ്താൽ അത് നിമിത്തം അവിടത്തേക്ക് നദിക്കിക്കരെ ഒരു അവകാശവും ഉണ്ടായിരിക്കെ ഇല്ലെന്ന് രാജാവിനെ ഉണർത്തിച്ച് കൊള്ളുന്നു. അതിന് രാജാവ് ധർമാധ്യക്ഷനായ രഹൂമിനും രായസക്കാരനായ ശിംശായിക്കും ശമര്യ നിവാസികളായ അവരുടെ കൂട്ടക്കാർക്കും നദിക്കും അക്കരെയുള്ള ശേഷം പേർക്കും മറുപടി എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങൾക്ക് കുശലം ഇത്യാദി. നിങ്ങൾ കൊടുത്തയച്ച പത്രിക നമ്മുടെ സന്നിധിയിൽ വ്യക്തമായി വായിച്ചു കേട്ടു. നാം കൽപ്പന കൊടുത്തിട്ട് അവർ ശോധന ചെയ്ത് നോക്കിയപ്പോൾ ആ പട്ടണം പുരാതനമേ രാജാക്കന്മാരോട് എതിർത്ത് നിൽക്കുന്നത് എന്നും അതിൽ മത്സരവും കലഹവും ഉണ്ടായിരുന്നു എന്നും യെരുശലേമിൽ ബലവാന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ നദിക്ക് അക്കരെയുള്ള നാടൊക്കെയും വാണു. കരവും നികുതിയും ചുങ്കവും
വാങ്ങിവന്നു എന്നും കണ്ടിരിക്കുന്നു. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തി വയ്ക്കേണ്ടതിന് ആജ്ഞാപിക്കുവിൻ. നിങ്ങളതിൽ ഉപേക്ഷ ചെയ്യാതെ ജാഗ്രതയായിരിക്കുവിൻ. രാജാക്കന്മാർക്ക് നഷ്ടവും ഹാനിയും വരരുത്. അർത്തഹ്ശഷ്ട രാജാവിൻ്റെ എഴുത്തിൻ്റെ പകർപ്പ് റഹൂമും രായസക്കാരനായ ശിംശായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരൂശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടുവരെ പണി മുടങ്ങിക്കിടന്നു.